യമനിൽ സഖ്യകക്ഷികൾ തമ്മിലുള്ള പോരാട്ടം ചോരപ്പുഴയായി മാറുന്നു. ഇന്നലെ വരെ തോളോട് തോൾ ചേർന്ന് ഹൂത്തികൾക്കെതിരെ പൊരുതിയ സൗദി അറേബ്യയും UAE-യും ഇന്ന് നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. സഖ്യകക്ഷിയായ UAE പിന്തുണയ്ക്കുന്ന സൈനിക വിഭാഗത്തിന് നേരെ സൗദി വ്യോമാക്രമണം നടത്തിയതോടെ യമൻ കത്തുകയാണ്. യമനിലെ അൽ ഖാഷയിലും സയൂനിലും സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ 20 വിഘടനവാദി പോരാളികൾ കൊല്ലപ്പെട്ടു. UAE പിന്തുണയുള്ള സദേൺ ട്രാൻസിഷണൽ കൗൺസിലിന്റെ അഥവാ STCയുടെ താവളങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണം. സയൂൺ വിമാനത്താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതോടെ മേഖലയിലെ വ്യോമഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. സൗദി പിന്തുണയുള്ള കരസേന STCക്ക് നേരെ ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സൗദി വ്യോമസേനയുടെ ബോംബാക്രമണവും ഉണ്ടായത്. തങ്ങൾക്കെതിരെ ഒരു കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് STC പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ആക്രമണം കേവലം ഒരു തർക്കമല്ല, മറിച്ച് സൗദിയും UAE-യും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലിന്റെ കൃത്യമായ ഒരു സൂചന തന്നെയാണ് കാണിക്കുന്നത്. യമനിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുന്നതായി UAE പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സൗദിയുടെ ഈ തിരിച്ചടി. സൗദി അറേബ്യ അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും സമാധാനത്തെക്കുറിച്ച് സംസാരിച്ച് മിനിറ്റുകൾക്കുള്ളിൽ മാരകമായ വ്യോമാക്രമണങ്ങൾ നടത്തിയെന്നും STC വിദേശകാര്യ പ്രതിനിധി അമർ അൽ ബിദെ ആരോപിച്ചു. ഹദ്രാമൌട്ടിലെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ സൗദി നടത്തുന്ന ഈ നീക്കം യമനിലെ ആഭ്യന്തര സാഹചര്യം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ യമനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2014 ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ സന എന്ന തലസ്ഥാനം പിടിച്ചെടുത്തതോടെയാണ് യമൻ ഒരു യുദ്ധകളമായി മാറിയത്. ഹൂത്തികളെ തടയാൻ സൗദിയും UAE-യും കൈകോർത്തു. എന്നാൽ വർഷങ്ങൾ നീണ്ട യുദ്ധം യമനെ ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിട്ടു. ഇന്ന് ഹൂത്തികൾക്കെതിരെ ഒന്നിച്ചു നിന്നവർ തന്നെ അധികാരത്തിന് വേണ്ടി പരസ്പരം പോരടിക്കുമ്പോൾ യമൻ എന്ന രാജ്യം വീണ്ടും വിഭജിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് ലോകത്തിന് മുന്നിലുള്ളത്. സഖ്യകക്ഷികൾ തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മധ്യേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ പിന്തുണയുള്ള ഹൂത്തികളെ പ്രതിരോധിക്കുന്നതിന് പകരം സ്വന്തം സഖ്യകക്ഷികൾ തമ്മിൽ പോരടിക്കുന്നത് യമനെ കൂടുതൽ തകർച്ചയിലേക്ക് മാത്രമേ നയിക്കൂ. വരും ദിവസങ്ങളിൽ സൗദിയുടെയും UAE-യുടെയും നീക്കങ്ങൾ യമന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും. വലിയൊരു നിർണായക ഘടകം തന്നെയാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.